ഹത്രസ് ഭീകരാക്രമണ ഗൂഢാലോചനയ്ക്ക് UAPA ചുമത്തിയ സിദ്ദിഖ് കാപ്പാനെതിരെ നിർണായക നീക്കം. രഹസ്യ വിവരങ്ങളെ തുടർന്ന് അർദ്ധരാത്രി പോലീസ് നടപടി. എന്നാൽ പോലീസിന്റെ മുന്നറിയിപ്പിൽ ആശങ്ക പ്രകടിപ്പിച്ച് സിദ്ദിഖ് കാപ്പാന്റെ ഭാര്യ റഹായനത്ത് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ ഫേസ്ബുക്കിൽ ചില വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. സിദ്ദിഖ് കാപ്പാനെ ചോദ്യം ചെയ്യാൻ രാത്രി പോലീസ് എത്തുമെന്ന് അറിയിച്ചതായി ഭാര്യ റഹായനത്താണ് വ്യക്തമാക്കിയിരിക്കുന്നത്. വീട്ടിൽ 2 പോലീസുകാർ എത്തുകയും അവർ കാപ്പാൻ വീട്ടിൽ കാണുമോ എന്ന് ചോദിച്ച് ഉറപ്പുവരുത്തുകയും പരിശോധനയ്ക്കായി പോലീസുകാർ എത്തുമെന്നും അറിയിച്ചതായിട്ടാണ് അവർ പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: വൈകിട്ട് 6 മണിയോടെ 2 പോലീസുകാർ വീട്ടിൽ വന്നു. രാത്രി 12 മണി കഴിഞ്ഞ് വീട്ടിൽ സിദ്ദിഖ് കാപ്പാൻ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ പരിശോധനയ്ക്കായി മലപ്പുറത്ത് നിന്നും 12 മണി കഴിഞ്ഞ് പോലീസ് എത്തുമെന്നും വീട്ടിലേക്കുള്ള വഴിയും കാപ്പാന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്താനാണ് വന്ന് ചോദിക്കുന്നതെന്നും പറഞ്ഞു. എന്താണ് കാര്യമെന്നും എന്തിനാണ് പരിശോധനയെന്നും ചോദിച്ചെങ്കിലും വ്യക്തമായ ഉത്തരമില്ല. ശേഷം കാപ്പാന്റെ വക്കീൽ അഡ്വക്കേറ്റ് മുഹമ്മദ് ഡാനിഷ് KS വീട്ടിൽ വന്ന പോലീസുകാരെ വിളിച്ച് സംസാരിച്ചു. ഏതു ഉത്തരവിന്റെ പുറത്താണ് അസമയത്ത് പരിശോധനയെന്നും ജാമ്യ വ്യവസ്ഥകളെല്ലാം പാലിച്ചാണ് കാപ്പാൻ പോകുന്നതെന്നും വക്കീൽ പറഞ്ഞെങ്കിലും ഉത്തരങ്ങൾക്ക് വ്യക്തതയില്ല. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ബഹുമാനപ്പെട്ട ലക്നൗ ഹൈക്കോടതിയും കേസുകളിൽ ജാമ്യം അനുവദിക്കുകയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെ പിന്നീട് ജാമ്യ വ്യവസ്ഥകൾ ലഘൂകരിക്കുകയും ചെയ്ത കേസുകളാണ് സിദ്ദിഖ് കാപ്പാനുള്ളത്. ഉത്തർപ്രദേശിൽ നടക്കുന്ന കേസുകളിൽ കാപ്പാനോ കാപ്പാന്റെ വക്കീലോ മുടക്കമില്ലാതെ ഹാജരാകുന്നുമുണ്ട്. ഒരു നോട്ടീസ് കൊടുത്താലോ ഫോൺ വിളിച്ചു പറഞ്ഞാലോ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാൻ കാപ്പാന് യാതൊരു മടിയുമില്ല താനും. എന്നിട്ടും എന്തിനാണ് ഇത്തരത്തിലൊരു പാതിര പരിശോധനയെന്ന് മനസ്സിലാകുന്നില്ല. മനസ്സ് മരവിക്കുന്ന ഒരുപാട് രാത്രികളുടെ ഓർമ്മകളുടെ ഭാരം വഹിച്ച് ഈ രാത്രി കൂടി കടന്നു പോകുമായിരിക്കും ഇൻഷാ അല്ലാ എന്നാണ് അവർ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ചെറുതായിട്ടെങ്കിൽ പോലും ആ കുടുംബം ഭയന്നിട്ടുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം 2020 ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ ഹത്രാസിൽ നടന്ന ബലാത്സംഗ കൊലപാതകം റിപ്പോർട്ട് ചെയ്യാൻ അവിടം സന്ദർശിക്കുന്ന വേളയിൽ UP സർക്കാർ അദ്ദേഹത്തെയും സഹപ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിരുന്നു. ഹത്രാസ് സംഭവത്തിന്റെ മറവിൽ അന്താരാഷ്ട്ര ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാരോപിച്ചുകൊണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത ശേഷം UAPA അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി തടവിലിടുകയും ചെയ്തിരുന്നു. ഹത്രാസിൽ കലാപമുണ്ടാക്കാൻ ഗൂഢാലോചന നടത്തി എന്നൊരു കേസും പിന്നീട് വരികയും ചെയ്തിരുന്നു. ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഹത്രാസിലെ ചന്ദ്പ പോലീസ് രജിസ്റ്റർ ചെയ്ത രാജ്യദ്രോഹ കേസിൽ കൂടി സിദ്ദിഖ് കാപ്പാനെയും സംഘത്തെയും ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുപോലെ FIRൽ അദ്ദേഹത്തിനെതിരെ കുറ്റമൊന്നുമില്ലെന്നും 1 മാസമായിട്ടും സന്ദർശനം പോലും തടയുന്നുവെന്ന് ആരോപിച്ചുകൊണ്ട് 2020 നവംബർ 16 കേരള പത്രപ്രവർത്തക യൂണിയൻ സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തിരുന്നു. അഭിഭാഷകരെ പോലും കാണാൻ അനുവദിച്ചിരുന്നില്ല. തുടർന്ന് ഹത്രാസ് സംഭവം റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നതിനിടെ മലയാളി മാധ്യമ പ്രവർത്തകനായ സിദ്ദിഖ് കാപ്പൻ അറസ്റ്റിലായ നടപടിയിൽ സുപ്രീം കോടതി ഉത്തർപ്രദേശ് സർക്കാരിനും UP പോലീസിനും നോട്ടീസ് അയക്കുകയായിരുന്നു. 6 മാസത്തിനിടെ 7 ഹേബിയസ് കോർപ്പസ് ഹർജികൾ ഫയൽ ചെയ്തിരിക്കെന്ന് പോലും അജ്ഞാതമായ കാരണങ്ങളാൽ കേസ് തീർപ്പാക്കിയിട്ടില്ല ഇതുവരെയും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.